everyone, it's me Harsha and welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഹെയർ ഹാക്സ് ആണ് കാണാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നല്ലൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് ബട്ട് ഹെയർ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ മേക്കപ്പിന് ഒരു ഭംഗി തോന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് എപ്പോഴും നല്ല പെർഫെക്റ്റ് ഹെയർ ആയിരിക്കണമെന്നാണ് എനിക്കിഷ്ടം. ഞാൻ എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഒരു പിൻ പോയിന്റിലായിരിക്കണമെന്നാണ് എനിക്കിഷ്ടം. എൻ്റെ ഹെയർ കാണുകയാണെങ്കിൽ അറിയാൻ പറ്റും നല്ല ഹെവി ആയിട്ടുള്ള ഹെയർ ആണ്, അതുപോലെ തന്നെ വേവി ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പം ഞാൻ അതിനെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ഹെയർ ഹാക്സ് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് അത് നമുക്ക് ഭയങ്കരമായിട്ട് ഈസി ആക്കും. ആൻഡ് നമുക്കിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ്നർ ചെയ്യാൻ നടക്കണ്ട, അങ്ങനെയൊക്കെ കുറച്ച് അധികം ഹീറ്റിംഗ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹെയർ നല്ല പിൻ പോയിന്റിലിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഹെയർ ഹാക്സ് എന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഹെയർ ഹാക്ക് എന്ന് പറയുമ്പോൾ ഇതാണിപ്പോൾ എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ. ഓക്കെ, ഞാൻ 2 days ബാക്ക് ആണ് എൻ്റെ ഹെയർ വാഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താ എന്ന് വെച്ചാൽ, അപ്പം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇന്ന് വൈകുന്നേരം എനിക്ക് ഒരു പാർട്ടിക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാമിലി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചുള്ളൂ. അങ്ങനെയാകുമ്പോൾ എൻ്റെ മുടിയിൽ നിന്ന് കുറച്ച് ഒരു 2 days ബാക്കാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്തത്. അപ്പോൾ ഇന്ന് എനിക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ട് സമയവും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മുടി ഒന്ന് നോക്കുമ്പോൾ കുറച്ച് ഒരു ഓഡ് സ്മെൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് പറ്റിയ ഒരു ഹാക്കാണത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി മിസ്റ്റ് എടുക്കുക. അതാ ആൽക്കഹോൾ ഫ്രീ ബോഡി മിസ്റ്റ് ആണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ മുടിയിൽ നമുക്ക് ആൽക്കഹോൾ ഒന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു ആൽക്കഹോൾ ഫ്രീ ബോഡി മിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് നോർമലി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കണ്ടില്ലേ ആ ഒരു ഓഡ് സ്മെൽ, ആ ഒരു വാഷ് ചെയ്യാത്ത ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, ആ സ്മെല്ലങ്ങ് മാറിക്കിട്ടും. അപ്പം ഇത് നല്ലൊരു സൂപ്പർബ് ഹാക്കാണ്. ഒബ്വിയസ്ലി നമ്മൾ ഹെയറിൽ ഇങ്ങനെ ബോഡി മിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ, സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഓൾ ഡേ ഓൾ ലോങ് ആ ഒരു ഫ്രേഗ്രൻസ് അങ്ങനെ തന്നെ നിൽക്കും. ആൻഡ് നമ്മുടെ ബോഡിയിൽ നിന്നും എന്തെങ്കിലും ഓർഡർ ഫൗൾ സ്മെല്ലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഹെയർ മിസ്റ്റിൻ്റെ അണ്ടറിൽ ആ ഒരു ഹോട്ട് സ്മെല്ലൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഹെയർ മിസ്റ്റ് ഹെയറിൽ സ്പ്രേ ചെയ്യുന്ന ഹാക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ മുടിയിൽ നിന്ന് എന്തെങ്കിലും എൻ്റെ ഹെയറിൽ നിന്ന് നല്ല ഒരു ഹോട്ട് സ്മെല്ല് വരുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഹെയർ സ്പ്രേ ചെയ്യും. ആൻഡ് ബോഡി മിസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സെക്കൻഡ് ഹാക്ക്, എനിക്ക് പേഴ്സണലി ഹെയർ ബൺ കെട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മുടി അഴിച്ചിടുന്ന കാര്യമേ എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് ഭയങ്കര ലെങ്ത് ഉണ്ട്, രണ്ടാമത്തെ കാര്യം നല്ല ഹെവിയാണ്. അപ്പം മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം ഐ ഓൾവേസ് ട്രൈ ടു ഡു സം കൈൻഡ് ഓഫ് ബൺ. അപ്പം എങ്ങനെയെങ്കിലും ഒരു ഫ്രണ്ടിൽ എന്തെങ്കിലും സ്റ്റൈൽ ചെയ്തിട്ട് ബൺ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹെയർ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇപ്പം ഭയങ്കര ഒരു ഫ്രിസി ആയിട്ട് ഇരിക്കുന്ന ഒരു ഹെയർ കണ്ടീഷനാണ്. അതിന് വേണ്ടിയിട്ട് പറ്റിയൊരു ഹാക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു ഹാക്കിന് വേണ്ടി നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒരു അലോവേര ജെൽ, ഡ്രിങ്കിങ് വാട്ടർ. ഏതാണെന്ന് വെച്ചാൽ ഭയങ്കര ഹൈഫൈ മിനറൽ വാട്ടർ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ പേഴ്സണലി എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് അലോവേര ജെൽ എൻ്റെ കയ്യിലെടുക്കും. ജസ്റ്റ് ദിസ് മച്ച് ആൻഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ. ജസ്റ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാം ആൻഡ് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ ഹെയർ ഒന്ന് ഒതുങ്ങും. ഓക്കെ, ആൻഡ് ഒതുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. കണ്ടില്ലേ? അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ബൺ കെട്ടാണ്. കണ്ടില്ലേ? ഏറ്റവും ഈസി പീസി ആയിട്ടുള്ള ഹാക്കാണിത്. കണ്ടില്ല? ഒരു പ്രശ്നമില്ല, ഓൾ നാച്ചുറൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെസ്സി ആവുകയാണ് തോന്നുന്നെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക, ജസ്റ്റ് സ്പ്രേ ചെയ്യുക, അങ്ങനെയാണെങ്കിലും മതി. പക്ഷെ ഞാൻ സ്പ്രേ ബോട്ടിലാക്കി വെക്കാറില്ല, കാരണം എപ്പോഴും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഇൻ കേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഹാക്കാണ് ഇങ്ങനെയാണ് ട്രൈ ചെയ്യാറ്. ജസ്റ്റ് കയ്യിലെടുക്കുക, ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ ആൻഡ് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, അത്ര മാത്രം. തേർഡ് ഹെയർ ഹാക്ക് ബേബി ഹെയർസ് ഉള്ളവർക്ക് ബെസ്റ്റാണ്. എനിക്ക് ബേബി ഹെയർസ് നന്നായിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ കുഞ്ഞു ഹെയർ ആണ്.
അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഹാക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്പൂളിയാണ് വേണ്ടത് ആൻഡ് കുറച്ച് അലോവേര ജെൽ. ഈ അലോവേര ജെല്ലിൽ ഈ സ്പൂളി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കുക. ആൻഡ് ബേബി ഹെയർ എവിടെ പോയിന്ന് പോലും അറിയില്ല. നീറ്റ് ആൻഡ് ക്ലീൻ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹെയർ ഹാക്സ് എന്ന് പറയുന്നത്. നമ്മളല്ലേ ഈസി ബീസി ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസ് ഇല്ലാത്ത ഈസി ആയിട്ടുള്ള ഹെയർ ഹാക്സ് ആണ് ഞാൻ കാണിച്ചത്. നല്ല യൂസ്ഫുൾ ആണ്. ഈ ഒരു ഹെയർ ഹാക്സ് ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ല സുഖമാണ്. ബേബി ഹെയർസിന്റെ പ്രശ്നം ഉണ്ടാവില്ല, ഓഡ് സ്മെല്ലിന്റെ പ്രശ്നം തന്നെ ഉണ്ടാവില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്കിനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യു സെൽഫ്. ബൈ.